മാസ് മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ വ്യാജഭക്തി പ്രവേശം സർവ്വസീമകളും ലംഘിക്കുകയാണ്. മീഡിയകളും കോർപ്പറേറ്റ് ഭീമന്മാരും കപട ആത്മീയ തമ്പുരാക്കന്മാരും ചേർന്ന കൊള്ളസംഘം നടത്തുന്ന ആക്രമണങ്ങൾ അസഹ്യമായിരിക്കുന്നു. വ്യാജഭക്തി വാണിഭത്തിനായി ഒരുക്കിയ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തും. ധ്യാനകേന്ദ്രങ്ങൾ, സത്സംഗമങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ, സ്വലാത്തുമേളകൾ, ദിവ്യദർശന സദസ്സുകൾ, കരിസ്മാറ്റിക് ക്യാമ്പുകൾ, ജ്യോത്സ്യർ, മാന്ത്രിക ഏലസ്സുകൾ, ചെറുതും വലുതുമായ ശവകുടീരങ്ങൾ, നേർച്ചകൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയോടൊപ്പം കപട ആത്മീയ വ്യാപാരികളും ഉത്സാഹപൂർവ്വം മുന്നേറുകയാണ്. ഹൈടെക് തട്ടിപ്പുകൾ ദിനംപ്രതി കൂടുകയാണ്. കുബേർ കുഞ്ചി, ധനാകർഷണ യന്ത്രങ്ങൾ, ഹൈക്കലുസിഹാം, നാഗമാണിക്യം, കമ്പ്യൂട്ടർ ജാതകം, അറബി മാന്ത്രികം, രക്ഷാബന്ധങ്ങൾ, വലംപിരി ശംഖ്, ഗജമുത്ത് തുടങ്ങിയവയാണ് പുതുതലമുറയെ ആകർഷിക്കാൻ വ്യാജഭക്തി വ്യവസായികൾ കണ്ടെത്തിയ മാർഗങ്ങൾ. കോടികൾ കൊയ്യുന്ന വൻ വ്യവസായമായി ഇതെല്ലാം എന്നേ മാറിക്കഴിഞ്ഞു. ഇത്തരം ആത്മീയ ചൂഷണത്തിനെതിരെ പൊരുതാൻ ബാധ്യതയുള്ള പാർട്ടികളും വോട്ടിനു വേണ്ടി എല്ലാം നോക്കി നിൽക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യാജഭക്തി പ്രചാരണവും മലയാളികളുടെ സ്വൈരം കെടുത്തുന്നതിനിടയിലാണ് അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഒരു വിഭാഗം കുറച്ച് മുടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ തിരുകേശമാണത്രേ ഇത്. ശുദ്ധ അസംബന്ധമെന്നല്ലാതെ എന്തു പറയാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചെവിക്കുറ്റി വരെ മാത്രം നീണ്ടുകിടന്നുവെന്നും സ്വഹീഹായ ഹദീസുകളിൽ വ്യക്തമാണ്. എന്നിട്ടും ഈ നീണ്ട ചെമ്പൻമുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പറയാൻ സമ്പത്തിനോട് അത്രയും ആർത്തി ഉണ്ടാകണം. പരലോകബോധം നഷ്ടപ്പെടുകയും വേണം. പ്രവാചകന്റെ പിൻഗാമികളാരും തിരുകേശൽ സൂക്ഷിച്ചു വയ്ക്കാൻ പള്ളി ഉണ്ടാക്കുകയോ അതിൽ ഭരമേൽപ്പിക്കുകയോ അവ ലക്ഷ്യം വെച്ച് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിവിശുദ്ധമായ ആദർശവും സംസ്കാരവുമല്ലാതെ മറ്റ് യാതൊരു ഭൗതിക അവശിഷ്ടങ്ങളും പ്രവാചകന്റേതാണെന്ന് ഉറപ്പിക്കാവുന്നതായി ഇന്ന് ലഭ്യമല്ലതാനും. ആദരവ് അതിര് കവിഞ്ഞ് ആരാധനയിലേക്കെത്തുന്ന ഈ പ്രവണതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തടഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നസ്വാറാക്കൾ ഇബ്നു മറിയമിനെ അമിതമായി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് നിങ്ങൾ പറയുക. കേശജലം വിറ്റ് കോടികൾ നേടാനുള്ള വെപ്രാളത്തിനിടയിൽ മുടിയുടെ നീളം നോക്കാൻ എവിടെ നേരം? എന്തും വിശ്വസിക്കുന്ന അനുയായികളും സ്തുതിപാഠകരും കൂടെയുള്ളപ്പോൾ എന്തിന് ഉത്കണ്ഠപ്പെടണം? വ്യക്തിയെ വിഗ്രഹവത്കരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും സഹിക്കേണ്ടി വരും. ഈ തിരുകേശനാടകത്തിന് കുറെ നാളായി അണിയറയിൽ ഒരുക്കം നടക്കുകയായിരുന്നു. മുടി സൂക്ഷിക്കാൻ കേന്ദ്രം പണിയുന്നവർ